ഹായ് എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് എങ്ങനെ പഠിച്ച് പാസ്സാവാം. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രോബ്ലംസ്, കോംപ്ലക്സ് കൺസെപ്റ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറയാറുണ്ട്. സി, നമ്മൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്താണോ ബേസിക് കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് പാസ് ആവാൻ പറ്റും. പക്ഷെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് എക്സാം ഫെയിൽ ആവുന്നു, എന്തുകൊണ്ട് എക്സാം ഫെയിൽ ആവുന്നു, അതിന് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സാം അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എന്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കയ്യിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വൺസ് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ വി ക്യാൻ പ്രിപ്പയർ അക്കോർഡിംഗ് ടു ദാറ്റ്. സി, എക്സാം ഹാൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലോ നിങ്ങളുടെ കൺസെപ്ഷൻ നോളജോ പ്രസന്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ്. പക്ഷേ അത് മാത്രമല്ല, സ്മാർട്ടായിട്ട് നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യണം. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഇനി ജൂൺ 2025 എക്സാമിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഏപ്രിൽ 13 ആണ്. സോ ഈ ഡേറ്റിന് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ആകെ ലെസ് ദാൻ ഒരു മാസം 2 മാസം കഷ്ടിയാണ് നമുക്കുള്ളൂ എക്സാമിന്. സോ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സി, എക്സാമിന് അവരെങ്ങനെയാ ടെസ്റ്റ് ചെയ്യാന്ന് ഓൾറെഡി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വെയിറ്റേജ് ഒക്കെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, നിങ്ങൾ ഇവിടെ നോക്കൂ. മൊഡ്യൂൾ 1 നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഇൻട്രഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്, അങ്ങനെ കുറച്ച് കോസ്റ്റ് അസർടൈൻമെന്റ്, ബേസിക്കലി ഇതിലെല്ലാം വരും കേട്ടോ. കോസ്റ്റ് അസർടൈൻമെന്റ് എന്തൊക്കെയാ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ക്ലാസ്സിൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാണേ നമ്മൾ എന്തൊക്കെയാണ് എലമെന്റ്സ് വരുന്നത് നോക്കിയേ. ഇതിൽ മെറ്റീരിയൽ വരും, ലേബർ, എംപ്ലോയി കോസ്റ്റിന്റെ വരും, ഡയറക്റ്റ് എക്സ്പെൻസസ് വരും. ഈ 3 കാര്യങ്ങളാണ് മേജർ ആയിട്ട് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് വരുന്നത് അല്ലെ. അതുപോലെ തന്നെ ഓവർ ഹെഡ്സും. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് കവർ ആയിട്ട് വരും. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. വളരെ ചെറിയ ചാപ്റ്ററാ. ആകെ ഒരു 5, 6, 7 പേജേ ഉള്ളൂ. ഫുൾ തിയറിയാണ്. പക്ഷെ തിയറി എന്ന് അതിനെ പറയാൻ പറ്റില്ല. നമ്മളൊരു കാര്യം എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് സ്റ്റാൻഡേർഡ്സ്. സോ നിങ്ങളത് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ്സ് എടുക്കുക. സ്റ്റാൻഡേർഡ്സിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യണതിനെ കുറിച്ച് ഇമാജിൻ ചെയ്യുക. നമ്മൾ തന്നെ ഇമാജിൻ ചെയ്യുക, ഇത് ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾക്ക് എന്ത് ഇൻഫർമേഷൻ ആണ് കിട്ടുക. സോ ബേസിക്കലി സ്റ്റാൻഡേർഡ്സ് ഈസ് അബൌട്ട് ഹൗ ടു ഡു ദ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ആൻഡ് വിച്ച് ഈസ് ഓൾറെഡി കവേർഡ് ഇൻ യുവർ ഏർലിയർ ചാപ്റ്റേഴ്സിൽ കവർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ നിങ്ങൾ കൂടുതലും എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഡിസ്ക്ലോഷേഴ്സ് ആണ്. സോ നിങ്ങൾ എന്തൊക്കെ ഇൻഫർമേഷൻ ഓരോ സ്റ്റാൻഡേർഡിലും ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് എങ്ങനെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യും, നമ്മൾ ഡബിൾ എൻട്രിയിൽ എങ്ങനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യാന്നുള്ളതും അതിന്റെ റീകൺസിലേഷൻസ് ആണ് ഈ 4th ചാപ്റ്ററിൽ കവർ ആവുന്നത്. സോ ബേസിക്കലി മൊഡ്യൂൾ നമ്പർ 1, 2, 3, 4 ഇത്രയും കാര്യങ്ങൾ കവർ ആയിട്ടുള്ള മൊഡ്യൂൾ നമ്പർ 1 എന്താണ് വെയിറ്റേജ്? ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുള്ള വെയിറ്റേജ് എത്രയാ? 40%. 40% ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ 100 മാർക്സ് അറ്റംപ്റ്റിൽ 40% ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സിന് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്റേഴ്സിന് വരുന്നുണ്ട്. 40%. കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ കാണുന്ന 4 എണ്ണമല്ല, അതിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് എലമെന്റ്സും ഒരുപാട് ഡെപ്തും ഉണ്ട്. സോ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് 40% മാർക്ക് ഇതിൽ നിന്ന് വരുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളോട് പറയുന്നത്. ഓക്കെ, ആൻഡ് സെക്ഷൻ ബി മൊഡ്യൂൾ നമ്പർ 5 ഇതിലെന്താ കവർ ആവുന്നത്? നമുക്ക് ഇതിൽ എന്തൊക്കെയാ വരിക? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് വരും അല്ലേ. ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിൽ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ പഠിക്കുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എങ്ങനെ ചെയ്യും, ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ എങ്ങനെ ചെയ്യും, ഹോസ്പിറ്റലിൽ എങ്ങനെ ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? മെത്തഡ്സ് ഓഫ് കോസ്റ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. ഇതിന് എത്ര വെയിറ്റേജ് അവർ പറഞ്ഞേ? 30% അല്ലേ. 30% വെയിറ്റേജ് മെത്തഡ്സ് ഓഫ് കോസ്റ്റിംഗിൽ വരും. സോ ഇതിൽ കവർ ആയ ചാപ്റ്റേഴ്സ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഓപ്പറേറ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട്, പ്രോസസ് കോസ്റ്റിംഗിൽ എങ്ങനെ ബൈ പ്രൊഡക്റ്റ് കോസ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മേജർ ആയിട്ട് എന്താവുന്നത്, കവർ ആവുന്നത്. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ 30%ഓളം മാർക്ക് എക്സാമിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഇതിന് കിട്ടും. ആൻഡ് വി ഹാവ് ദ ലാസ്റ്റ് വൺ, സിക്സ്ത് മൊഡ്യൂൾ. വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണെന്നറിയോ?
ഇതിൽ വരുന്നത് എന്തൊക്കെയാ? 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ബഡ്ജറ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇതാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് വരുന്നത് അല്ലെ. ഈ ചാപ്റ്റേഴ്സിന് എത്ര ശതമാനം മാർക്ക് വരുന്ന പറഞ്ഞേ? 30%, 30% വെയിറ്റേജ്. നിങ്ങളുടെ 100 അറ്റംപ്റ്റില് 30% എവിടെന്നാ കവർ ആവുക? ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക്സിൽ നിന്നാണ് കവർ ആവുന്നത്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ വെറും 3 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ യുൽ ഗെറ്റ് 30% മാർക്ക്. ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് അല്ലെ. ഞാൻ നമ്മുടെ കഴിഞ്ഞ 22 സിലബസിലെ കഴിഞ്ഞ എക്സാംസ് അനലൈസ് ചെയ്തിട്ട് ഐ ഹാവ് മെയ്ഡ് എ പാറ്റേൺ. യു ക്യാൻ സീ ദിസ്. ഇവിടെ നോക്കാം നമുക്ക് എങ്ങനെയാണ് ജസ്റ്റ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് ഈ റെഡ് അടിച്ചു നോക്കി. CAS, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് എത്ര മാർക്ക് വന്നിട്ടുണ്ട് നോക്കൂ. 12 മാർക്ക്. ഇത് ഈ അറ്റംപ്റ്റ് ഞാൻ ആദ്യം ഹെഡിങ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് December 23 എക്സാമിന്റെ വന്നത്. അത് കഴിഞ്ഞിട്ടുള്ള എക്സാം. ഇത് December 24. ആൻഡ് ഇത് വരാൻ പോകുന്ന എക്സാമിന് ഒരു മോഡൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനലൈസ് ചെയ്താണ് ഈ കോളം വരുന്നത്. ഓക്കെ, ഈ കോളത്തിൽ നമുക്ക് വരുന്നത്. ഇതിന്റെ മാർക്കുകൾ എങ്ങനെ ഈ മാർക്കുകൾ വന്നിട്ടുള്ളതെന്ന് നോക്കി. ഈ റെഡ് അടിച്ച് ഏതാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? CS, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തിയറി മാത്രമുള്ള ഒരു ചാപ്റ്റർ, വളരെ കുറച്ചേ ഉള്ളൂ. അതില് എങ്ങനെ അക്കൗണ്ടിങ് ചെയ്യണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്ന് December 23 12 മാർക്സ്. ഓക്കെ, ആൻഡ് June 24 12 മാർക്സ്. ആൻഡ് December 24 അഗെയിൻ 12 മാർക്സ്. ആൻഡ് മോഡൽ എക്സാമിന് അഗെയിൻ 12 മാർക്സ്. ഈ പാറ്റേൺ ഓൾറെഡി അപ്പിയർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ എക്സാമിൽ ഓൾറെഡി നിങ്ങൾ അപ്പിയർ ചെയ്തതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള എക്സാംസിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാത്രം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. 12 മാർക്സ് എവറി ടൈം ദ ലാസ്റ്റ് 12 മാർക്സ്. ഓക്കെ, സോ ഓൾവേസ് പ്രിപ്പയർ ഫോർ ദിസ് CAS. സോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇപ്പൊ പ്രോബ്ലം ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പെട്ടെന്ന് കിട്ടുന്നില്ല, സമയം എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു വൺ തിങ്. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഈ CAS എന്നുള്ള ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ പറ്റും. ഈ CAS എന്നുള്ള ചാപ്റ്റർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് 12 മാർക്സ് 100% സെക്യൂർ ആണ്. കാരണം കോംപ്ലക്സ് കൺസെപ്ച്വൽ പ്രോബ്ലംസ് ഒന്നും നമുക്ക് അതിൽ ഒരിക്കലും ചോദിക്കാൻ പറ്റത്തില്ല. അതിൽ കുറച്ച് തിയറി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ വായിക്കുക, മനസ്സിലാക്കുക. ഡിസ്ക്ലോഷേഴ്സ് ഒന്ന് എംഫസൈസ് ചെയ്ത് പഠിക്കുക. ഓരോ സ്റ്റാൻഡേർഡിനും ഓരോ ഡിസ്ക്ലോഷേഴ്സ് ഉണ്ട്. നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. ക്ലിയർ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഓരോന്നിന്റെയും ഇന്റൻഷൻ എന്താണ്, അത് പഠിക്കാനുള്ള ടെക്നിക്കുകൾ, ട്രിക്കുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ CAS എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സോ വൺസ് അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 മാർക്സ് സെക്യൂർ ചെയ്യാം. 12 മാർക്സ് ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ. 12 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മൊത്തം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 98 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ വരും. ഈ 98 മാർക്സിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ എഴുതണ്ട, സ്കിപ്പ് ചെയ്യാം. 40 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് കുറിച്ചിട്ട് അപ്പൊ ബാക്കി 70 മാർക്സ് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് അറ്റംപ്റ്റ് ചെയ്യണം. 70 മാർക്സ് അറ്റംപ്റ്റ് ചെയ്യണം. 98ൽ 28 ഓപ്ഷണൽ ആണ്. യു ഡോണ്ട് ഹാവ് ടു. ഏതെങ്കിലും 2 നിങ്ങൾക്ക് ചെയ്യണ്ട. സോ ബാക്കി 70 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് എഴുതണം. ആൻഡ് 30 മാർക്സ് MCQ വരും. 30 മാർക്സ് എന്ത് വരും നിങ്ങൾക്ക്? MCQ വരും. ഇൻ ദാറ്റ് സിനാരിയോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് 100 70 മാർക്സ് ആണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് വരുന്നത് അല്ലേ. 70 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ്. അതിൽ 12 മാർക്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും? ഈ CAS എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് പ്രിഫറൻസ് പ്രോബ്ലം ഇഷ്ടമുള്ളവരാണെങ്കിലും തിയറി ഇഷ്ടമുള്ളവരാണെങ്കിലും ഐ സേ ഗോ വിത്ത് CAS ഫസ്റ്റ് എന്ത് ചെയ്യുക? കവർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഏതാ നോക്കണ്ടേ? മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സി ലാസ്റ്റ് 3 അറ്റംപ്റ്റിലും there will be a question of 14 മാർക്സ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ആൻഡ് ലാസ്റ്റ് 3 അറ്റംപ്റ്റ്സിൽ ഈ 14 മാർക്ക് എവിടെന്നാ ചോദിച്ചിട്ടുള്ളത്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന്. 1 2 3 നോക്കൂ, 3 തവണ കഴിഞ്ഞ എക്സാമിലും മാർജിനൽ കോസ്റ്റിംഗിലാണ് 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ യു പ്രിപ്പയർ ഫോർ മാർജിനൽ കോസ്റ്റിംഗ്. എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക? മാർജിനൽ കോസ്റ്റിംഗിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. എല്ലാ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. ഇൻ അഡീഷൻ അത് കൂടാതെ
ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്ക് ബുക്ക് ഉണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ. വർക്ക് ബുക്കിലെ മാർജിനൽ കോസ്റ്റിംഗിന്റെ എല്ലാ പ്രോബ്ലവും ഒന്നും വിടാതെ എല്ലാ പ്രോബ്ലവും നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ഒരേ ടൈപ്പ് പ്രോബ്ലം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണ്ട. ഡിഫറെന്റ് എല്ലാ ക്വസ്റ്റ്യനും യൂണിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ ക്വസ്റ്റ്യനിലും ഓരോ പ്രത്യേകത ഉണ്ടാവും. അപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. വൺസ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർജിനൽ കോസ്റ്റിംഗിൽ നിന്നും നിങ്ങൾക്ക് 14 മാർക്കിനുള്ള സ്കോപ്പ് ഉണ്ട്. യു ഹാവ് എ സ്കോപ്പ് ഓഫ് 14 മാർക്സ്, 14 മാർക്കിന്. അതുപോലെ തന്നെയാണ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ അറ്റംപ്റ്റിലൊക്കെ 7 മാർക്ക് വെച്ച് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ മോഡൽ എക്സാമിന് നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കിയാൽ കാണാം, ഇത് June 25 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ദേ ആർ സേയിങ് 14 മാർക്സ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 14 മാർക്സ്. സോ ഇപ്പോഴും ഞാൻ പറയുന്ന മോഡൽ ക്വസ്റ്റ്യൻ ഇത് ഉണ്ടെങ്കിൽ പോലും ദ ചാൻസസ് മാർജിനൽ കോസ്റ്റിംഗ് വരാനാണ്. ബിക്കോസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ലെങ്തി, വെരി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മളിതൊക്കെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ചാൻസസ് ആർ മാർജിനൽ കോസ്റ്റിംഗിനാണ്. ബട്ട് സ്റ്റിൽ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നേക്കാം, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നിന്ന് വന്നേക്കാം. അതേപോലെ വെയിറ്റേജ് കൊടുക്കേണ്ടതാണ് ബഡ്ജറ്റിംഗ്. ഓക്കെ, ബഡ്ജറ്റിംഗിൽ വാട്ട് വിൽ ഹാപ്പൻ, ബഡ്ജറ്റിംഗിലും ഇതേപോലെ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നേക്കാം. ബഡ്ജറ്റിംഗിൽ ഇതുപോലെ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നേക്കാം. സോ ഈ മൂന്ന് ചാപ്റ്റേഴ്സിൽ നിന്നും വാട്ട് യു ക്യാൻ എക്സ്പെക്ട് 40 മാർക്ക് ക്വസ്റ്റ്യൻ. സോ ഐ റൈറ്റ് ഡൗൺ യുവർ സ്കോർസ്. ഓക്കെ, ഇഫ് യു ഹാവ് സ്റ്റഡി, നിങ്ങൾ CAS പഠിച്ചു വിചാരിച്ചോ, 12 മാർക്സ് നിങ്ങൾക്ക് കിട്ടും, റൈറ്റ്? ഈ മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്, ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി കൃത്യമായിട്ട് ചെയ്ത് പഠിക്കട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. അതിൽ നിങ്ങൾക്ക് 14 മാർക്സ് ഫോർ ഷുവർ, ഒരു 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ 3 ചാപ്റ്ററിൽ നിന്നും ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ഷുവർ ഷോട്ട് എന്തായാലും നിങ്ങൾക്ക് വരും. ക്ലിയർ ആയോ? സോ 12 മാർക്ക് തിയറി ക്വസ്റ്റ്യൻ CAS എന്ന് തോന്നുന്നു. ഈ 3 ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം 14 മാർക്സിന്റെ. ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നിങ്ങൾ ചെയ്യണം കേട്ടോ. വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ CMA സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ June 25 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ ചെയ്ത് പഠിക്കണം, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കണം. സോ അതിൽ നിന്ന് നമുക്ക് ഈ 3 ചാപ്റ്ററിൽ നിന്ന് ഒരു 40 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം. ബട്ട് ഇറ്റ് മേ ബി എ കോമ്പിനേഷൻ. ഫോർ എക്സാമ്പിൾ, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് 14 വന്നാൽ ദെൻ ബഡ്ജറ്റിംഗിൽ നിന്നും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നിന്നും ഒരു 7 വെച്ച് സ്കോർ വരും. ക്ലിയർ ആയോ? സോ ഒറ്റ ക്വസ്റ്റ്യൻ 40 മാർക്സിന്റെ എന്തായാലും വരും. അതുകൂടാതെ ബഡ്ജറ്റിംഗിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നിന്ന് വരും. അപ്പൊ ഈ 3 ചാപ്റ്ററിൽ നിന്ന് മാത്രം ഇത് essay ക്വസ്റ്റ്യൻ ആണ്. essay ക്വസ്റ്റ്യൻ അല്ലാതെ, essay മീൻസ് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അതല്ലാതെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ബാക്കി ചാപ്റ്ററിൽ നിന്ന് ഈ 2 ഓരോന്ന് വെച്ച് വരും. അപ്പൊ ഈ 3 ചാപ്റ്ററിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് എത്ര ടോട്ടൽ കിട്ടും നോക്കി. 14, 7, 21, 7, 28, 28 മാർക്സ്. 12 മാർക്സ് CAS ഈ 3 ചാപ്റ്ററിൽ നമുക്ക് 28 പ്ലസ് 12 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ടോട്ടൽ എത്രയായി നോക്കിയേ, 40 മാർക്സ്, 50 മാർക്ക്, 4 ചാപ്റ്റർ. ഏതാ 4 ചാപ്റ്റർ? മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. സോ ഈ 4 ചാപ്റ്ററിൽ നിന്നും യു ക്യാൻ സ്കോർ, നിങ്ങൾക്ക് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് നിങ്ങൾക്ക് വരും. ക്ലിയർ ആയോ? 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റംപ്റ്റ് വരും. സോ എങ്ങനെ പഠിക്കണം ഈ ചാപ്റ്റർ? CAS ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു. ബഡ്ജറ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ഇതെങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം? ആസ് ഐ സെഡ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പ്രോബ്ലവും വർക്ക്ഔട്ട് ചെയ്യാം, എല്ലാ കൺസെപ്റ്റും വർക്ക്ഔട്ട് ചെയ്യാം. നമ്മൾ ക്ലാസ്സിൽ എല്ലാ കൺസെപ്റ്റ് ബൈ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രോബ്ലം ബൈ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുമുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, യൂണിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇൻ അഡീഷൻ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വർക്ക് ബുക്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് എന്തായാലും ഈസി ആയിട്ട് ഇതിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് രണ്ടാമത്തെ കാര്യം, ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ചെയ്ത് പഠിച്ചില്ലെങ്കിൽ നമ്മുടെ കൈക്ക് ഒരു എഴുതാനുള്ള സ്പീഡ് വരില്ല. സ്പീഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൈൽ പെർഫോമിംഗ് ഇൻ എക്സാം. നമുക്ക് 100% നോളജ് ഉണ്ട്, വി ആർ എക്സലന്റ്, ബട്ട് നമുക്കത് ആ പേപ്പറിൽ പ്രസന്റ് ചെയ്യാൻ തന്നിട്ടുള്ള സമയത്തിനുള്ളിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. സോ ചെയ്ത് പഠിക്കുക. മാർജിനൽ കോസ്റ്റിംഗിൽ നമുക്ക് കുറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. എസ്പെഷ്യലി അവർ ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഫാക്ടർ അനാലിസിസ് ആണ്. ലിമിറ്റിംഗ് ഫാക്ടർ അനാലിസിസ് ക്വസ്റ്റ്യൻ അവർ ചോദിക്കാറുണ്ട് എപ്പോഴും. സോ ലിമിറ്റിംഗ് ഫാക്ടർ അനാലിസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ അപ്രോച്ച് ആയിരിക്കാം, എങ്ങനെ നമ്മൾ ഓരോ പുതിയ ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കാം. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് കുറച്ച് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, എനി ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ്.
എന്ത് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. സിമ്പിൾ ആയിട്ട് വാരിയൻസ് ചോദിക്കാം. 7 മാർക്കിനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് വാരിയൻസസ് അനാലിസിസ് ചെയ്യാനായിരിക്കും നിങ്ങളോട് പറയാ. ഇനി അത് 14 മാർക്കിനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആയിട്ട് അവർ തരും. ഫിഫോ ഒക്കെ വെച്ച് ചെയ്യാൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ മിസ്സിംഗ് ഫിഗേഴ്സ് ആയിരിക്കാം. കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് തരാതെ തരാം. നമ്മൾ അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അതുപോലെ ബഡ്ജറ്റും 40 മാർക്സിനുള്ള സ്കോപ്പ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ക്യാഷ് ബഡ്ജറ്റോ പ്രൊഡക്ഷൻ ബഡ്ജറ്റോ സെയിൽസ് ബഡ്ജറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ചെയ്യാനേ നിങ്ങളെടുത്ത് പറയത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ ക്വസ്റ്റൻ ആണെങ്കിൽ ഇറ്റ് കുഡ് ബി എ കോമ്പിനേഷൻ. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആയിരിക്കാം, പർച്ചേസ് ബഡ്ജറ്റും ക്യാഷ് ബഡ്ജറ്റും ഒക്കെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് വരാം. സോ അങ്ങനെ വരുമ്പോൾ അത് 40 മാർക്സിന്റെ ആയിരിക്കും. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റിനേക്കാളും കൂടുതൽ പ്രോബ്ലം ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ക്ലാരിറ്റി കിട്ടുള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പല ക്വസ്റ്റ്യൻസും കോമൺ സെൻസ് ആണ്. എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. സോ ബഡ്ജറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് നിങ്ങൾ ചെയ്യണുണ്ടോ? എക്സാമിന് 7 മാർക്കിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ബഡ്ജറ്റോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റോ ക്യാഷ് ബഡ്ജറ്റോ ആയിരിക്കും ചോദിക്കുള്ളൂ. 14 മാർക്കാണെങ്കിൽ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ബഡ്ജറ്റും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് എക്സ്പെർട്ട് ആയിട്ടിരിക്കുക. ഓക്കെ, സോ 40 മാർക്സ് അറൌണ്ട് നമുക്ക് ടോട്ടൽ 40 മാർക്സ് നമുക്ക് 98 മാർക്സ് ആണ് ടോട്ടൽ ഡിസ്ക്രിപ്റ്റീവ് വരിക. അതിൽ 28 ഓപ്ഷണൽ ആണ്. അപ്പൊ ഈ 98 ഔട്ട് ഓഫ് 98 40 മാർക്സ് എവിടെന്നാ വരുന്നിട്ടുള്ളത്? എവിടെന്നാ ചോദിക്കുന്നത്? ഈ പറഞ്ഞ ബഡ്ജറ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് CAS. സോ ഈ 4 ചാപ്റ്റർ ഒരു കാരണത്താലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. വെരി ഹൈ പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ദീസ് 4 ചാപ്റ്റേഴ്സ് ആർ ഹൈ പ്രയോറിറ്റിയോട് കൂടി നിങ്ങൾ പഠിക്കുക. മുൻകൂട്ടി തന്നെ അത് പഠിച്ചു വെക്കാം. അതായത് ഇപ്പൊ തന്നെ ഇനീഷ്യലി നിങ്ങൾ കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ആണത്. ഡൺ. ഓക്കെ, നമുക്കിനി ബാക്കി ചാപ്റ്റേഴ്സ് നോക്കാം. ഫിഫ്ത് മൊഡ്യൂൾ എന്തൊക്കെയാ വരുന്നത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ജോയിന്റ് കോസ്റ്റിംഗ് ആൻഡ് ജോബ് കോസ്റ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജോബ് കോസ്റ്റിംഗ് ഇനീഷ്യലി വരുന്നതാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ജോയിന്റ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് കോസ്റ്റിംഗ്. ഇതിന് എത്ര മാർക്കിന് വരുന്നു നോക്കിയേ? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിൽ നമുക്ക് വരുന്നത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. നോക്കൂ, 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്. കോൺട്രാക്ടിൽ 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, പ്രോസസ്സിൽ 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ഇതില് നിങ്ങൾ നോക്കിയാൽ കാണാം ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എല്ലാ ടൈപ്പും ചോദിച്ചിട്ടുണ്ട്. സോ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും വരും. കോൺട്രാക്ട് കോസ്റ്റിംഗ് എല്ലാ അറ്റംപ്റ്റിലും ചോദിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ഓൾസോ മസ്റ്റ്. പ്രോസസ് കോസ്റ്റിംഗ് ഒരു തവണ ഒഴികെ ബാക്കി എല്ലാ തവണയും ചോദിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ഓൾസോ മസ്റ്റ് സ്റ്റഡി. നിർബന്ധമായിട്ടും ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം. ആൻഡ് ജോയിന്റ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് വൺ ടൈമേ അവർ ചോദിച്ചിട്ടുള്ളൂ. അതും ഈക്വലന്റ് പ്രൊഡക്ഷൻ അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ നിങ്ങളെല്ലാം വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവാ ഒരു തവണ. പക്ഷേ ഒരു കാരണവശാലും ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗോ കോൺട്രാക്ട് കോസ്റ്റിംഗോ പ്രോസസ് കോസ്റ്റിംഗോ നിങ്ങൾ എന്ത് ചെയ്യരുത്? മിസ് ചെയ്യരുത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിൽ നമുക്ക് ഏതൊക്കെയാ? ഹോട്ടലിന്റെ വരും, ട്രാൻസ്പോർട്ടേഷൻ വരും, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ വരും, ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ വരും, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് വരും. അപ്പം ഈ പറഞ്ഞ എല്ലാ ടൈപ്പും ഹോട്ടൽ ആണെങ്കിലും നിങ്ങൾ ചെയ്യണം, ഹോസ്പിറ്റൽ ആണെങ്കിൽ ചെയ്ത് പഠിക്കുക, ട്രാൻസ്പോർട്ടേഷൻ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് പഠിക്കുക, അതുപോലെ തന്നെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് പഠിക്കുക. അതിന്റെയൊക്കെ ബേസിക് കൺസെപ്റ്റ് സെയിം ആണ്. സോ വാട്ട് യു ഹാവ് ടു ഡു? പ്രോബ്ലം പേപ്പർ ആണെന്നുണ്ടെങ്കിൽ, പ്രോബ്ലം ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ഇല്ലുസ്ട്രേഷൻസും 1 by 1 ചെയ്ത് നോക്കുക. യൂണിക് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ എല്ലാം നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അതിനുശേഷം എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അതിനുശേഷം വർക്ക് ബുക്ക് എടുക്കുക, വർക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക സൈറ്റിൽ നിന്ന്. വർക്ക് ബുക്കിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കാം. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ എൻഷുർ, ജസ്റ്റ് ചെക്ക്, ഒരു 7 മാർക്ക് വെച്ചിട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഇത് ഒരു ആവറേജ് 21 പിടിച്ചൂടെ? 21 മാർക്സ് ആണ് ഈ ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്നത്. ഔട്ട് ഓഫ് 98 നിങ്ങൾക്ക് 98 മാർക്സിന് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ വരും. അതിൽ 28 നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട. സോ സ്റ്റിൽ നിങ്ങളുടെ ഓപ്ഷൻ ആണ് ഞാൻ പറയുന്നത്. ഔട്ട് ഓഫ് 98 മാർക്സ് അവൈലബിൾ, നിങ്ങൾക്ക് 21 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 21 മാർക്ക് നിങ്ങൾക്ക് ഈ 4 ചാപ്റ്ററിനായിട്ട് ജോയിന്റ് ബൈ പ്രൊഡക്ട്സ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ് എന്നായിട്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരും. ക്ലിയർ ആയോ? സോ ദീസ് ചാപ്റ്റേഴ്സ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കറക്റ്റ്. സോ നമ്മൾ 2 മൊഡ്യൂൾ കവർ ചെയ്തു. ഇനി നമുക്ക് ആ 2 മൊഡ്യൂളിന്റെ അവസ്ഥ ഞാൻ ഒന്ന് കമ്പൈൽ ചെയ്തിട്ടുണ്ട് എക്സാമിന് വന്ന് നോക്കിക്കേ. മെത്തഡ്സ് ഓഫ് കോസ്റ്റിംഗ് നമ്മളിപ്പോ പറഞ്ഞ ഓപ്പറേറ്റിംഗ്, പ്രോസസ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് അങ്ങനെയുള്ള കോസ്റ്റിംഗ്, ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ടെക്നിക്സ്. ഏതാ? മാർജിനൽ കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇതിൽ നിന്ന് മാത്രം വന്ന കവറേജ്, അതായത് കഴിഞ്ഞ എക്സാമിന് 28 + 28, സോ അറൌണ്ട് 57.14%.
57%, 57% ഈ രണ്ട് മൊഡ്യൂളിൽ നിന്ന് മാത്രമാണ്. മൊഡ്യൂൾ 5, മൊഡ്യൂൾ 6, മൊഡ്യൂൾ 5, മൊഡ്യൂൾ 6 ഈ രണ്ട് മൊഡ്യൂളിൽ നിന്ന് മാത്രമായിട്ട് 57% മാർക്ക് ചോദിക്കുന്നുണ്ട്. ഇതിൽ എത്ര ചാപ്റ്റർ ഉള്ളത്? നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളൂ അല്ലെ? ആണോ? ബഡ്ജറ്റിംഗ് ഏതാ ഈ 57% മാർക്ക് വരുന്ന ഏതൊക്കെ ചാപ്റ്ററിനാ? ബഡ്ജറ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലേ? ഈ ചാപ്റ്റേഴ്സിന് മാത്രം ആണ് നമുക്ക് പ്ലസ് ഈ കോൺട്രാക്ട് കോസ്റ്റ്, ഇതൊക്കെ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. കോൺട്രാക്ട് കോസ്റ്റിംഗ്, അതുപോലെ തന്നെ വേറെ എന്തായിരുന്നു? കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ജോയിന്റ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. ജോയിന്റ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് ആകെ ഒരു ക്വസ്റ്റൻ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ജസ്റ്റ് നോക്കി പോവാ. ബാക്കിയുള്ളതൊക്കെ എന്തായാലും നിങ്ങൾ കവർ ചെയ്യും. ഇത്രയും ചാപ്റ്റേഴ്സിന് മാത്രം നിങ്ങൾക്ക് 57% സ്കോർ ചെയ്യാൻ പറ്റും. 57% സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇനീഷ്യലി ഞാനാണ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുക എവിടെ നിന്നായിരിക്കും അറിയോ? ഫസ്റ്റ് ഞാൻ CAS തീർക്കും. CAS 12 മാർക്സ് ഡൺ. ഓക്കെ, then I'll finish budgeting, standard costing and marginal costing. ഇതിൽ നിന്ന് എനിക്ക് എത്ര മാർക്ക് കിട്ടും? ഇതിൽ നിന്ന് എത്ര മാർക്കാണ് ഞാൻ പറഞ്ഞേ? എത്ര മാർക്കാ? 28 മാർക്സ് കിട്ടും. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 മാർക്സ് ഗ്യാരണ്ടീഡ് ആണ്. 40 മാർക്സ് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആണ്. 40 മാർക്സ്. ഓക്കെ, സോ നിങ്ങൾ ഇനീഷ്യലി ഇപ്പൊ സ്മാർട്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? സ്കോർ ഈ എക്സാം പാസ്സാവാന്നുള്ള. കൺസെപ്ഷൻ നോളജ് ഇസ് ഡിഫറെന്റ് ഗെയിം. കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ, അത് വർക്കിൽ അപ്ലൈ ചെയ്യാന്നുള്ളതൊക്കെ ഡിഫറെന്റ് ഗെയിം. ഇപ്പൊ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താ? എക്സാം പാസ്സാവാന്നല്ലേ? സോ എക്സാം പാസ്സാവാനായിട്ട് ഈ 4 ചാപ്റ്റേഴ്സിന് ഹൗ മച്ച് മാർക്സ് യു ക്യാൻ എക്സ്പെക്ട്? 40 മാർക്സ്. സോ ഇനീഷ്യലി നിങ്ങൾ എന്താ റിവൈസ് ചെയ്യേണ്ടേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യാം. ഈ ചാപ്റ്റേഴ്സ് സ്റ്റഡി മെറ്റീരിയൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക, വർക്ക് ബുക്കിലെ പ്രോബ്ലംസ് എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, നൗ ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഏതാ? ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ജോബ് കോസ്റ്റിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ മൂന്ന് അറ്റംപ്റ്റിലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും, ജൂണിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏറ്റവും ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ജോബ് കോസ്റ്റിംഗ് ആയിരിക്കും. എന്തായിരിക്കും? ജോബ് കോസ്റ്റിംഗ് ആയിരിക്കും. ഇൻ ദാറ്റ് സിനാരിയോ എന്തായാലും നിങ്ങൾ ജോബ് കോസ്റ്റിംഗ് മസ്റ്റ് ആയിട്ടും ചെയ്യണം. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എക്സാമിന് ഒരു കോൺഫിഡൻസ് കിട്ടുക അല്ലെ, ചെയ്യാനായിട്ട്. അപ്പം ഏറ്റവും ഫസ്റ്റ് ജോബ് കോസ്റ്റിംഗ് ചെയ്യുക. ജോബ് കോസ്റ്റിംഗ് ഇതുപോലെ ഇലിസ്ട്രേഷൻസ് എല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഔട്ട് ചെയ്യുക. വർക്ക് ബുക്ക് തന്നിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, വർക്ക് ബുക്കിലെ പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. അത്രയും കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് 7 മാർക്സ് എന്തായാലും കിട്ടും. എവറി ടൈം ദേ ലാസ്റ്റ്. എല്ലാ തവണയും അവര് ചോദിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ പ്രോബ്ലം ചാപ്റ്റേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് വൺ മോർ തിയറി, ഐ വിൽ കം ടു ദാറ്റ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ നല്ലോണം പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. കൺസെപ്റ്റിന് മാത്രം ഞാൻ 1 മണിക്കൂറിലും കൂടുതൽ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട് പലപ്പോഴും. സോ കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക, പ്രോബ്ലം ചെയ്യാം. ആൻഡ് മെറ്റീരിയൽ ചാപ്റ്ററിൽ കഴിഞ്ഞ എക്സാമിനൊക്കെ 5 മാർക്കിനെ ചോദിച്ചിട്ടില്ല. 5 മാർക്സ്. ഇതൊക്കെ തിയറി ക്വസ്റ്റ്യനാ. 5 മാർക്ക് ചോദിച്ചൊക്കെ തിയറിയാണ് അവർ ചോദിച്ചിട്ടുണ്ടാകുന്നത്. ഓക്കെ, സോ ദിസ് ടൈം മോഡൽ എക്സാമിന് ഒരു 7 മാർക്കിന്റെ പ്രോബ്ലവും 5 മാർക്കിന്റെ തിയറിയും അവർ ഇട്ടിട്ടുണ്ട്. 7 മാർക്കിന്റെ പ്രോബ്ലവും 5 മാർക്കിന്റെ തിയറിയും അവര് മെറ്റീരിയൽ എന്നുള്ള ചാപ്റ്ററിൽ ഇട്ടിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോ നിങ്ങൾ കഴിഞ്ഞ തവണ നോക്കുക. കഴിഞ്ഞ തവണ എല്ലാം ലേബറിൽ നിന്നാണ് 7 മാർക്ക് ചോദിച്ചത്. ഓക്കെ, ഇത്തവണ ലേബർ അവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ടൈം മെറ്റീരിയൽ തന്നെ ചോദിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. ഇതൊന്നും എക്സാക്ട്ലി ഇത് വരുന്നല്ല കേട്ടോ. ദിസ് ഇസ് മൈ അനാലിസിസ്. ഐ എം സെയിങ് ദിസ് ടൈം മെറ്റീരിയൽ ചോദിക്കാനാണ് സാധ്യത. 7 മാർക്കിന് മെറ്റീരിയലിന്റെ ഒരു പ്രോബ്ലം ഷുവർ ആണ്. ഈ മെറ്റീരിയൽ എന്ത് പ്രോബ്ലം ചോദിക്കുക? അവര് കൂടുതൽ ചോദിക്കുന്നത് ഇഒക്യുന്റെ കാൽക്കുലേഷൻ, അല്ലെങ്കിൽ ഇഒക്യു ഓർഡർ ചെയ്യണോ, ഇഒക്യു അല്ലാണ്ട് നോർമൽ 2 ഓർഡറിംഗ് ലെവൽസ് വന്നിട്ട് ഏത് ഓർഡർ ചെയ്താലാണ് ലാഭം, ഏതാണ് ലാഭം അല്ലാത്തത്, സോ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ലെവൽസ്. ഇതായിരിക്കും 7 മാർക്കിന് അവർ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ആൻഡ് 5 മാർക്സ് തിയറി ചോദിക്കും. നമ്മുടെ സ്റ്റോഴ്സിന്റെ ഒക്കെ ഏരിയയിൽ കുറെ തിയറി ഉണ്ട് അല്ലെ, അതിൽ നിന്നൊരു ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇവര് മെറ്റീരിയൽ ആണ് പ്രോബ്ലം ചോദിക്കുന്നതെങ്കിൽ തിയറി ചിലപ്പോൾ ലേബറിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പൊ ജസ്റ്റ് ലേബർ അത്രയധികം തിയറി ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു പോവാ. പക്ഷെ മെറ്റീരിയൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, ഇഒക്യു, അതുപോലെ തന്നെ ഡിഫറെന്റ് സ്റ്റോക്ക് ലെവൽസ്, ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക. 7 മാർക്കിന് ഇത്തവണ ചോദിക്കാൻ സാധ്യത, കാരണം ലാസ്റ്റ് 3 അറ്റംപ്റ്റിലും അതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിച്ചിട്ടില്ല. ഓക്കെ, ദെൻ വി ഹാവ് ഓവർഹെഡ്.
മസ്റ്റ് ചാപ്റ്റർ. എന്തുകൊണ്ടാണ് മസ്റ്റ് ചാപ്റ്റർ? മസ്റ്റ് ചാപ്റ്റർ? എല്ലാ അറ്റംപ്റ്റും, ഈച്ച് അറ്റംപ്റ്റ് 7 മാർക്സ് 7 മാർക്സ് 7 മാർക്സ്. ലാസ്റ്റ് 3 അറ്റംപ്റ്റിൽ അവർ ചോദിച്ചിട്ടുണ്ട്. മോഡൽ എക്സാമിനും 7 മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ കോഴ്സ് ബുക്ക് കീപ്പിംഗ്, ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. 7 മാർക്സ് 7 മാർക്സ് 7 മാർക്സ് 7 മാർക്സ്. ലാസ്റ്റ് 3 അറ്റംപ്റ്റിൽ ചോദിച്ചു, മോഡൽ എക്സാമിനും ഉണ്ട്. ക്ലിയർ ആയ? സോ ഇതില് ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഉറപ്പുള്ള ടോപ്പിക്കുകൾ ഏതാ? നോക്കിക്കേ, നിങ്ങൾ നോക്കിയാൽ കാണാം. ഓവർ ഹെഡ്സ് ഷുവർ ആണ്, കോഴ്സ് ബുക്ക് കീപ്പിംഗ് ഷുവർ ആണ്. ഇപ്പൊ ഈ ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഈ ചാപ്റ്റർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഓവർ ഹെഡ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണ്ടേ? ഓവർ ഹെഡ്സിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. സിമ്പിൾ അബ്സോർപ്ഷൻ ആയിരിക്കാം. സിമ്പിൾ അബ്സോർപ്ഷൻ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ചിലപ്പോൾ സൈമിൾട്ടേനിയസ് ആയിരിക്കാം. സൈമിൾട്ടേനിയസ് ഈക്വേഷൻ മെത്തേഡ്, അതായത് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് കൊടുക്കുക. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ സൈമിൾട്ടേനിയസ് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ പക്ഷെ അത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളത് അല്ലെ. ടെൻഷൻ അടിക്കരുത് അത് വന്നു കഴിഞ്ഞാൽ. സൈമിൾട്ടേനിയസ് ഈക്വേഷൻ മെത്തേഡ് ആണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. 2 or 3 സ്റ്റെപ്പിൽ ആൻസർ വിൽ ബി ദർ. മറ്റേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എഴുതി ചെയ്യുകയാണെങ്കിൽ സമയം എടുക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകാം കേട്ടോ. ഓവർ ഹെഡ്സ് കോഴ്സ് ബുക്ക് കീപ്പിംഗിൽ അവർ സാധാരണ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ജേണൽ എൻട്രീസ് എഴുതാൻ പറയും. ഇന്റഗ്രൽ അക്കൗണ്ട്സിൽ, നോൺ ഇന്റഗ്രൽ അക്കൗണ്ട്സിൽ എന്ത് എൻട്രി പാസ് ചെയ്യുന്നുള്ളത് നമ്മളോട് ബുക്സിൽ ജേണൽ എൻട്രി എഴുതാനായിട്ട് പറയും. അങ്ങനെ ആ ജേണൽ എൻട്രി എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സും കോസ്റ്റ് അക്കൗണ്ട്സും തമ്മിൽ റീകൺസിൽ ചെയ്യാൻ പറയാം. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വിത്ത് കൺസെപ്ച്വൽ ക്ലാരിറ്റി നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് അല്ലെ. എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻട്രീസ് ഓർത്ത് വെക്കാനുള്ള കുറെ ട്രിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഓരോ എൻട്രി എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഓരോ ഹെഡിനെ ഡെബിറ്റ് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ് ഫ്ലോ, ഒരു മാനുഫാക്ചറിംഗ് നടക്കുന്ന പ്രോസസ് ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ എൻട്രീസ് എന്തായാലും പഠിച്ചു. ബിക്കോസ് അതിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എൻട്രീസ് എന്തായാലും ചോദിക്കാം. ഓർ ചിലപ്പം എൻട്രി എഴുതാൻ പറയില്ല, ഡയറക്റ്റ് ലെജറിക്ക് എഴുതാൻ പറയും. അതും സംഭവിക്കാം. പക്ഷെ ലെജറിക്ക് എഴുതണമെങ്കിലും നമുക്ക് എന്തറിയണം? എൻട്രി അറിയണം. സോ എൻട്രി നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തു പോവുക. 7 മാർക്കിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അതുപോലെ റീകൺസിലിയേഷന്റെ ലോജിക്ക് പഠിച്ചു പോവുക. റീകൺസിലിയേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്തൊക്കെ ഐറ്റംസ് ആണ് റീകൺസിൽ ചെയ്യേണ്ടത്, എന്ത് ആഡ് ചെയ്യണം, എന്ത് ലെസ് ചെയ്യണം എന്നൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നിരുന്നു അല്ലെ. അപ്പൊ അത് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്ത് പഠിച്ച് പോവാം. ക്ലിയർ ആയോ? ആൻഡ് നെക്സ്റ്റ് ഇനി ഓപ്പറേറ്റിംഗ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് വി ഹാവ് വൺ മോർ ചാപ്റ്റർ ദാറ്റ് ഹാസ് നോട്ട് യെറ്റ് ബീൻ ആസ്ക്ഡ്. അത് ഏതാണെന്നറിയോ? ഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് ആസ് ഓഫ് നൗ ചോദിച്ചിട്ടില്ല പുതിയ സിലബസിൽ. സോ ദിസ് ഓൾസോ വി ക്യാൻ എക്സ്പെക്ട്. ഒരു ചേഞ്ചിന് അവർ ചോദിച്ചാലോ? സിമ്പിൾ ആണല്ലേ. നിങ്ങൾ മെറ്റീരിയൽ നോക്കിയാൽ കാണാം. ഡയറക്റ്റ് എക്സ്പെൻസസ് ആകെ 1, 2, 3, 4 പേജേ ഉള്ളൂ. അതിലൊരു 3, 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവാ, ഒരു നഷ്ടവും വരാനില്ല. യു വോണ്ട് ടേക്ക് മോർ ദാൻ 40 minutes ആ പ്രോബ്ലംസ് ഒന്ന് ചെയ്യാം. നമ്മൾ ക്ലാസ്സിൽ എല്ലാ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക. അതുപോലെ വർക്ക് ബുക്കിലെ പ്രോബ്ലംസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചെയ്ത് പഠിച്ചു പോവാം. ഓക്കെ. സ്റ്റിൽ ഞാനിപ്പോ എനിക്ക് ഒരിക്കലും നിങ്ങളോട് ഇത് പഠിക്കേണ്ട, ഇത് സ്കിപ്പ് ചെയ്യാനായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എല്ലാം പഠിക്കാനേ പറയുള്ളൂ. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് തരുന്നേ? ലാസ്റ്റ് മൊമെന്റ് റിവിഷനിലോ ലാസ്റ്റ് റിവൈസ് ചെയ്യുന്ന പോയിന്റിൽ നിങ്ങൾക്ക് ചില ചാപ്റ്റേഴ്സിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് വിചാരിക്കും. ഏതെങ്കിലും കുറച്ച് ചാപ്റ്റേഴ്സിന് പ്രയോറിറ്റി കൊടുക്കണമെങ്കിൽ ആ ചാപ്റ്റേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഐ ഹോപ്പ് എവരി വൺ ഈസ് ക്ലിയർ. സോ ക്ലാസ്സസ് എല്ലാവരും കേൾക്കുക. നമ്മൾ ഒരു എല്ലാ കോംപ്ലക്സ് കൺസെപ്റ്റ്സും സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് അറിയാം. നമ്മൾ എല്ലാ ക്ലാസ്സസിലും ഫസ്റ്റ് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അവിടെ നിങ്ങൾക്ക് പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ കൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തുക. അത് നിങ്ങൾ അടുത്ത മാസത്തേക്ക് വെക്കരുത്. ഇതൊക്കെ ഓൾറെഡി ക്ലിയർ ചെയ്ത് കാണണം. കൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് ഈ മാസം നിങ്ങൾ പഠിക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആക്കുക, പ്രോബ്ലം വർക്ക്ഔട്ട് ഒക്കെ തീർക്കുക. 2 തവണയെങ്കിലും ഒരു പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ട് പോവാം. ഓക്കെ. സോ നമ്മളിപ്പോ നോക്കിയത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് റാങ്ക് ചെയ്തല്ലോ. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ നോക്കണ്ടേ? ഏതൊക്കെ ചാപ്റ്റേഴ്സാ ഹൈലൈറ്റ്? CAS 12 മാർക്സ്, ബഡ്ജറ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ബഡ്ജറ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് വി ഹാവ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് 28 മാർക്സ് 40. ഓക്കെ. ആൻഡ് പിന്നെ നമ്മൾ നോക്കേണ്ട ചാപ്റ്റേഴ്സിൽ ഒന്ന് ഇവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിൽ പഠിച്ചാൽ എന്താ ഗുണം? 7 മാർക്സ് ഷുവർ ആണ്. സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. കറക്റ്റ്. അത് പഠിക്കാം. ആൻഡ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ഓൾസോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കോൺട്രാക്ട് കോസ്റ്റിംഗ് 7 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ആൻഡ് അതുപോലെ ജോബ് കോസ്റ്റിംഗ് 7 മാർക്ക്.
ഇത്രയും മാർക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കി, എത്രയായി? 40, 20 പ്ലസ് 12, 40 ആയില്ലേ? ആൻഡ് വി ഹാവ് 21. സോ 61 മാർക്സ് എക്സംഷൻ. എത്ര ചാപ്റ്റേഴ്സിൽ നിന്ന് എക്സംഷൻ? 1, 3, 1, 1, 1. ഇതാ 3, 1, 4, 4, 3, 7. 7 ചാപ്റ്റർ പഠിച്ചാൽ 7 ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 61 മാർക്സിന് നിങ്ങൾക്ക് എക്സംഷൻ മേടിക്കാനായിട്ട് പറ്റും. എക്സംഷൻ ഉള്ള അറ്റംപ്റ്റിന് മാർക്ക് നിങ്ങൾക്ക് വരും. ക്ലിയർ ആയോ? എന്ന് കരുതി ഇതൊന്നും പഠിക്കേണ്ടെന്നല്ല കേട്ടോ. ഞാനിവിടെ ഈ മസ്റ്റ് എന്ന് എഴുതി എല്ലാ ചാപ്റ്ററും നിങ്ങൾ ചെയ്ത് പഠിക്കുക. എന്താ ടെക്നിക്ക്? ക്ലാസ് കേൾക്കുക, ക്ലാസ്സിന്റെ ഒപ്പം പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക, ദെൻ വർക്ക് ബുക്ക് എടുക്കുക, വർക്ക് ബുക്കിലെ പ്രോബ്ലംസ് എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, നൗ നമ്മളിപ്പോ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ നോക്കി അല്ലേ? നമുക്ക് മൊത്തം 98 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. എത്രയാ? 98 മാർക്സിന് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആൻഡ് ഔട്ട് ഓഫ് ദാറ്റ് 28 ചെയ്യണ്ട, 2 സ്കിപ്പ് ചെയ്യാം. ഓക്കെ, 2 നമ്മൾ ചെയ്യണ്ട. അപ്പൊ ഇത് കഴിച്ച് ബാക്കി 70 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പൊ 100 ബാക്കി എത്രയാ? 30 മാർക്ക് അല്ലേ? ഇതെന്താ? MCQ ആണ്, മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇതെങ്ങനെ നമുക്ക് എങ്ങനെ ഇത് MCQ എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം. MCQ 15 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസാ വരിക? 15 ക്വസ്റ്റ്യൻസ് വരും. ഈ 15 ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വെച്ചിട്ട് 30 മാർക്കാണ് വരിക. 30 മാർക്കാണ് നമുക്ക് എന്ത് വരിക? MCQ വരിക. ഈ 15 ക്വസ്റ്റ്യൻസിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ബേസ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളോട് ചിലപ്പോൾ PV റേഷ്യോ കാണാൻ പറയാം, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ കാണാൻ പറയാം, അല്ലെങ്കിൽ ചെറിയൊരു മെറ്റീരിയൽ വാരിയൻസ് കാണാൻ പറയാം. അങ്ങനെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടാണ് 10 ക്വസ്റ്റ്യൻസ് വരാം. സോ നിങ്ങളുടെ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ, പ്രോബ്ലം നിങ്ങൾ essay ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ബാക്കി 5 ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം, തിയറി ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എല്ലാ തിയറിയും ഒന്ന് വായിച്ചു വെക്കുക. ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു MCQന്റെ ബുക്ക്ലെറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു 295 സൈറ്റിൽ കയറി നോക്കുക കേട്ടോ. സൈറ്റിൽ കയറി നോക്കി 295 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്ര ക്വസ്റ്റ്യൻസ് ഉള്ളത്? 295 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആ ഇതിൽ തന്നെ ഉണ്ട്. ഓൺലൈൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. 295 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്ത് പോവാം. പ്രാക്ടീസ് ചെയ്തു പോവാം. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് അതും നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ആ ലാസ്റ്റ് 3 എക്സാം പ്ലസ് മോഡൽ എക്സാം, അപ്പൊ 4 എക്സാം, 4 MCQ സെറ്റ് അവൈലബിൾ ആണ്. സോ 4 MCQ സെറ്റ് എന്ന് പറയുമ്പോൾ 60 ക്വസ്റ്റ്യൻസ് വരും നമുക്ക്. ഈ 60 ക്വസ്റ്റ്യൻസും കഴിഞ്ഞ എക്സാമിന്റെയും മോഡൽ എക്സാമിന്റെയും അനലൈസ് ചെയ്തോ. മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ മേ ബി ദേ വിൽ ലാസ്റ്റ് 2 or 3 ക്വസ്റ്റ്യൻസ്. സോ 6 മാർക്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ എങ്ങനെ പോയാലും 70-75 പ്ലസ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പാറ്റേണിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാറ്റേണിൽ ഇന്ന ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. താങ്ക് യു ഓൾ. സോ ക്ലാസ്സസ് വേണ്ടവർ ക്ലാസ്സസ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ക്ലാസ്സിലും നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഈസി ആയിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അത് കൃത്യമായിട്ട് കേൾക്കുക, പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക, ഈ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക, സ്മാർട്ട് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് കൂടുതൽ സ്കോറിംഗ് ഉള്ള സബ്ജക്ട്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിച്ച് അവസാനിപ്പിക്കണം. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.